വഖഫ് നിയമ ഭേദഗതി ബില്ലിന് രാഷ്ട്രപതിയുടെ അംഗീകാരം. രാഷ്ട്രപതി ഒപ്പിട്ടതോടെ ബില്ല് നിയമമായി. ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് ചേരുകയാണ്. അച്യുതൻ, രാജ്യത്താകെ വലിയ പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് ഇപ്പോൾ വഖഫ് ബില്ല് പാസ്സായിരിക്കുന്നത്. അതിപ്പോൾ ബില്ല് രാഷ്ട്രപതിയുടെ അംഗീകാരം കൂടി ലഭിച്ചിരിക്കുന്നു. വിവരങ്ങൾ എങ്ങനെയാണ്? പ്രവിത, കഴിഞ്ഞ ദിവസമാണ് പാർലമെന്റിന്റെ ഇരുസഭകളും വഖഫ് നിയമ ഭേദഗതി ബില്ല് പാസാക്കിയത്. ഈ ബില്ല് അവതരിപ്പിച്ച ഘട്ടത്തിൽ തന്നെ വലിയ പ്രതിഷേധമാണ് സഭയ്ക്കകത്ത് പ്രതിപക്ഷം നടത്തിയത്. കാരണം ഈ ബില്ലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പല ഭേദഗതികളും അത് ആ വിഭാഗത്തെ, മുസ്ലിം വിഭാഗത്തെ അല്ലെങ്കിൽ അവർക്ക് നേരെയുള്ള നേരിട്ടുള്ള ആക്രമണമാണ് എന്ന രീതിയിലായിരുന്നു പ്രതിപക്ഷം ചർച്ചാവേളയിലടക്കം ഉന്നയിച്ചത്. അതിനുശേഷം ബില്ല് ഇരുസഭകളിലും പാസാക്കി രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി അയക്കുകയായിരുന്നു. ഈ വേളയിൽ തന്നെ നിരവധി പ്രതിഷേധങ്ങൾ രാജ്യത്തിന്റെ പലയിടത്തും ഉയർന്നിരുന്നു. ഇന്ന് വിദ്യാർത്ഥി സംഘടനകളടക്കം ഡൽഹിയിൽ പ്രതിഷേധിക്കുന്ന സാഹചര്യമുണ്ടായി. എന്തായാലും അതിന്റെ എല്ലാം പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ വഖഫ് നിയമ ഭേദഗതി ബില്ലിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചിരിക്കുന്നത്. ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചു. ഇതോടുകൂടി സ്വാഭാവിക നടപടി എന്നോണം ബില്ല് ഇനി നിയമമാകും. എന്തായാലും മുസ്ലിം ലീഗ് അടക്കമുള്ള പാർട്ടികൾ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരുന്നത് ബില്ല് നിയമമായതിനു ശേഷമായിരിക്കും സുപ്രീം കോടതിയെ സമീപിക്കുക എന്നതായിരുന്നു. കാരണം ബില്ല് പരിഗണനയിലിരിക്കുന്ന ഘട്ടത്തിൽ സുപ്രീം കോടതിയെ സമീപിച്ചാൽ അത് തള്ളിപ്പോകാനുള്ള സാധ്യതകളുണ്ട്. എന്തായാലും ബില്ല് നിയമമായതോടുകൂടി നിയമ പോരാട്ടത്തിന് കൂടി ഒരുങ്ങുകയാണ് പ്രതിപക്ഷം. മുസ്ലിം ലീഗ് അടക്കമുള്ള മറ്റ് പ്രതിപക്ഷ പാർട്ടികൾ കൂടി ബില്ലിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കും എന്ന് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും നിയമ പോരാട്ടം ഒരു വഴിക്ക് നടക്കുമ്പോൾ തെരുവുകളിൽ ഈ ബില്ലിനെതിരെ ഇപ്പോൾ നിയമമായിരിക്കുന്ന വഖഫ് നിയമത്തിനെതിരെ പ്രതിഷേധവും ശക്തമാവുകയാണ്. പ്രവിത, ആർ അച്യുതനാണ് വിവരങ്ങൾ നൽകിയത്. അങ്ങനെ വഖഫ് ബില്ല് നിയമമായി മാറിയിരിക്കുന്നു. രാഷ്ട്രപതി അനുമതി നൽകിയിരിക്കുന്നു, ഒപ്പിട്ടിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് ആർ അച്യുതൻ നൽകിയത്.